ഉപ്പും മുളകും ലൈറ്റ് നല്ല 2 സുന്ദരികളായ പെൺകുട്ടികൾ. അവരുടെ താഴെ കുറച്ച് ഏജ് ഡിഫറൻസോട് കൂടി വീണ്ടും 2 കുട്ടികൾ. മൊത്തം 4 കുട്ടികൾ. ഒരാൺകുട്ടിയും 3 പെൺകുട്ടിയാണ്. അപ്പം മൂത്ത 2 പെൺകുട്ടികൾ അതിസുന്ദരികളായതുകൊണ്ട് തന്നെ അവർ വിവാഹം കഴിക്കാനായിട്ട് ഒരുപാട് ആലോചനകൾ വരുന്നു. അപ്പോൾ മൂത്ത മകളുടെ വിവാഹം ഇവരായിട്ട് തന്നെ മുൻകൈ എടുത്ത് നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ആ കുട്ടിയുടെ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇറങ്ങി പോകുന്നു. പിന്നെ ഇവർ അവരുടെ പിണക്കൊക്കെ മാറി തിരിച്ചു വരുന്നു. അങ്ങനെ ഇവർ ഒന്നാവുന്നു. ഇനി രണ്ടാമത്തെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൂത്ത കുട്ടിയെ ഉണ്ടാക്കിയ ആ ഷോക്കിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയെ ആലോചിച്ച് വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അച്ഛനും അമ്മയും രണ്ടാമത്തെ കുട്ടിക്കൊരു ആലോചന കൊണ്ടുവരുന്നു. അതിൻ്റെ എൻഗേജ്മെൻ്റൊക്കെ ഗംഭീരമായി നടന്നിരിക്കുക. നിർഭാഗ്യവശാൽ ഈ 2 ഫാമിലിയും ഈ ചെറുക്കനും കൂടി തമ്മിലുണ്ടായ ചെറിയ ചെറിയ ഈഗോ വഴക്കായിട്ട് മാറുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടി എൻഗേജ്ഡ് ആയിട്ടുള്ള പയ്യൻ്റെ കൂടെ ഇവരെയൊക്കെ ഞെട്ടിച്ച് ഇറങ്ങി പോകുന്നു. അപ്പോൾ 2 പെൺകുട്ടികളും 2 വ്യത്യസ്ത സാഹചര്യത്തിൽ ഇഷ്ടപ്പെട്ട പുരുഷന്മാരുടെ കൂടെ ഇറങ്ങി പോകുന്നു. അവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇതുവരെയാണ് ഇത്രയും പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പെൺകുട്ടി ഇറങ്ങി ചെല്ലുമ്പോൾ അവരെ വിവാഹിതരാവാനും അവരെ ഒരുമിച്ച് ജീവിക്കാനും ഒക്കെ സർവാത്മന കൈപിടിച്ച് കയറ്റുന്നത് ചെറുക്കൻ്റെ വീട്ടുകാരും അവരുടെ ബന്ധുക്കളുമാണ്. സ്വാഭാവികമായിട്ട് ഇവരുടെ വീട്ടുകാരായിട്ട് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഹസ്ബൻഡും കുറച്ച് അകൽച്ചയായിരുന്നു രണ്ടാമത്തെ മകള്. പിന്നെ ആ പിണക്കങ്ങൾ മാറിയും സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പിണക്കങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അവരെത്തുന്നു. അതൊക്കെ മാറുമ്പോൾ അവിടെ അകൽച്ച കൂടും. കാരണം അവരാണല്ലോ വിവാഹത്തിനൊക്കെ ഒത്തു നിന്നത്. എന്തൊക്കെയായാലും ഈ സമയത്ത് ഈ രണ്ടാമത്തെ പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്നു. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ ചെറുക്കനും ഈ പെൺകുട്ടിയും കൂടി ഇവരുടെ വീട്ടിൽ താമസമാവുന്നു, പെണ്ണിൻ്റെ വീട്ടിൽ താമസമാവുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ മൈക്രോസ്കോപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, ഇവിടെ എന്താണ് ഉണ്ടാവണം, എന്താണ് ഈ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ ഒരു ഗതികേട് അതാണ്. അവരുടെ ഡേ ടു ഡേ ലൈഫ് അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, അവരുടെ മുഖത്തൊരു വാട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണ് കുറച്ചെങ്കിലും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇവരിങ്ങനെ മൈക്രോസ്കോപ്പിൽ പിടിക്കും. അപ്പോൾ എന്തുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്തുകൊണ്ട് ഗോകുലിൻ്റെ അമ്മ അവിടെ ഇല്ലാത്തത്? ഗോകുലിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഈ ചെറുക്കൻ്റെ അമ്മ ഗൾഫിലേക്ക് പോകുന്നു, അവൻ്റെ അച്ഛൻ ഓൾറെഡി ഗൾഫിലാണ്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ, നീ ഇവിടെ പ്രസവിക്കാൻ കിടക്കണം എന്നൊക്കെയുള്ള നെഗറ്റീവ് ചോദ്യങ്ങൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. അവിടെ പോയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ആ വീട്ടില്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കല്യാണം കഴിക്കുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കാനാണ് അല്ലേ? അതിലിപ്പോ ഏട്ടൻ എൻ്റെ അടുത്ത് ഇപ്പൊ എനിക്ക് വയ്യാത്ത കാരണം ഇവിടെ വന്ന് നിന്നു, എൻ്റെ അടുത്തായിട്ട് ഇവിടെ വന്ന് നിന്നു വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാനായാലും ഏട്ടല്ലാണ്ട് ഏട്ട ഒരു ദിവസം അവിടെ നിൽക്കട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാറില്ല. എന്താ വെച്ചാൽ ഏട്ടൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഏട്ടൻ്റെ കൂടെ നിൽക്കാമല്ലോ. ഇപ്പൊ എനിക്ക് ഇത്രയും വയ്യാണ്ടായിട്ട് പോലും ഏട്ടന് വർക്കിന് അവിടെ നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ രണ്ടും ഒരുമിച്ചാ പോവാ. അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ ഭാര്യ ഭർത്താവും നാട്ടിലുള്ളപ്പോൾ ഒറ്റയ്ക്ക് നിർത്തേണ്ട ആവശ്യമില്ല, രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ചില കാര്യങ്ങൾ ഇവർ പറഞ്ഞത്, ഞങ്ങളവിടെ നിൽക്കാത്തത് ഞങ്ങൾക്ക് ഭാര്യ വീട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഭാര്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഗർഭിണി. ആ സമയത്ത് ഭർത്താവ് 24 മണിക്കൂർ ഒപ്പം ഉണ്ടാവണമെന്ന് തന്നെയാണ് ഈ ഭൂമിയിലെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുക. പക്ഷെ അതുപോലെയൊക്കെ നല്ല ഗവൺമെൻറ് ജോലി, അകലെ ജോലി ചെയ്യണവർ, ഗൾഫിൽ ജോലി ചെയ്യണവർ ഒന്നും പറ്റില്ല. അവരുടെ സാഹചര്യം അങ്ങനെയല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അടുത്തടുത്താണ്. എന്നാൽ പിന്നെ ഭാര്യയുടെ വീട്ടിലങ്ങ് ചെന്ന് ഇരിക്കാമെന്ന് പറഞ്ഞിരുന്നതാണോ? ഒരിക്കലും അല്ല. ഇവരുടെ വിവാഹം നടത്തി കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ ചെക്കൻ്റെ വീട്ടുകാരാണ്. പിന്നെ ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തീവ്രമായ എതിർപ്പായിരുന്നു. പിന്നെ ഇവരുമായിട്ട് യോജിച്ചപ്പോൾ അപ്പുറത്തെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ ബന്ധുക്കൾക്ക് ഇത്തിരി അകൽച്ചയുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് എന്നാൽ പിന്നെ അവൻ്റെ ജീവിതം ജീവിക്കട്ടെ വെച്ചിട്ട് അതുവരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് തന്നെ ഒരു വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും തണലിൽ നിൽക്കാമെന്നല്ലാതെ സ്വന്തമായിട്ട് ആ വീട്ടിൽ നിൽക്കണമെങ്കിൽ ആ വീട്ടിലെ ഇലക്ട്രിസിറ്റി ചാർജ് എല്ലാവിധ ചുമതലകളും ഏറ്റെടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് പതുക്കെ ഇവളുടെ വീട്ടിലേക്ക് 2 പേരും കൂടി പോയിരുന്നു. പ്രത്യേകിച്ച് ഇവർ ഗർഭിണിയാണ്. ഇവർ പറയുന്നുണ്ടല്ലോ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഹസ്ബൻഡ് ഉണ്ടാവണം. അത് പക്ഷേ എല്ലായിടത്തും ഒന്നും നടക്കില്ലേ. ജീവിതം എന്നുള്ള ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും ഭർത്താവ് ഭാര്യയുടെ അടുത്തിരുന്നാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയായാലും കുറച്ചും കൂടി കാര്യങ്ങൾ അതിലൊരു അവസാനമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കരയുമ്പോൾ അവൾക്ക് വേണമെങ്കിൽ വ്ളോഗ് എടുത്ത് ഇട്ടുകൂടെ, പക്ഷെ അവളത് ചെയ്യാറില്ല. എന്തിനായിരിക്കും ആ കുട്ടി കരയുന്നുണ്ടാവുക? ഒരു ആൺകുട്ടി ഭാര്യ ഗർഭിണിയായ സമയത്ത് നല്ല സന്തോഷമായിട്ട് ഇരുന്ന് ഒപ്പം ജീവിക്കേണ്ടതിന് പകരം കരയുന്നു എന്നുള്ള ഒരു വാക്ക് എന്തിനാണ് വന്നത്? ഫർദറായിട്ട് അവർ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. വേറൊരു ലൈഫാണ്. അല്ല ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞ ഇത് നമുക്കിത് മാത്രല്ല, നമുക്കിതിൻ്റെ ഇടയിൽ കുറേ ബാധ്യതകൾ നമുക്ക് കിടക്കുന്നുണ്ട്. പോലെ ബാധ്യത നമ്മുടെ ഈ പ്രായത്തിൽ ഞങ്ങൾ ഈ പ്രായത്തിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, പേഴ്സണലായിട്ടാണ് എന്താണ് നിങ്ങൾ എടുത്തത്. നമുക്ക് 1 ലക്ഷം എന്തായാലും വേണം. ഒരു മാസം നീങ്ങി പോകണമെങ്കിൽ തന്നെ
അത് ആ 1 ലക്ഷം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഷോപ്പ് ഉണ്ട്, റെന്റ് ഉണ്ട്, കല്യാണ ലോണുകളുണ്ട്. കല്യാണം ഫുള്ള് നമ്മൾ ഒറ്റയ്ക്ക് നടത്തിയതാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ കുഞ്ഞു ഫുള്ള് ഒറ്റയ്ക്ക് നടത്തിയതാണ്. നമ്മൾ ഗോൾഡ് ഒരാളിൽ നിന്ന് വാങ്ങി ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞു അപ്പൊ നമുക്ക് അതിൻ്റെതായ ലോണ്. നിങ്ങൾ ആലോചിച്ചു, ഞാൻ 23-ാം വയസ്സിൽ എൻ്റെ ഇവിടെ പോയതാണ്, ഗൾഫിന് പോയതാണ്. 23 വയസ്സ് തുടങ്ങി ഞാൻ അധ്വാനിച്ചു തുടങ്ങുന്നതാണ്. ഇപ്പോഴത്തെ ഏത് പിള്ളേരാണ് 22-23 വയസ്സിൽ പോയിട്ട് ഗൾഫിൽ പോയി ഇതാക്കണം? ഉണ്ടാവും, ഇല്ലാന്നല്ല. എൻ്റെ ആ പ്രായത്തിൽ ഞാൻ കൊറോണ ടൈമിൽ പോയതാ. ഞാൻ ഈ പറഞ്ഞ പോലെ മടി പിടിച്ച് പണിയെടുക്കാണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. അത്യാവശ്യം നല്ല ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ ഏത് ടൈമിലും എപ്പോഴും വർക്കെടുക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞങ്ങൾ ഒരു മാസം 1.5 ലക്ഷം ഉണ്ടാക്കുക, 1 ലക്ഷം ഒക്കെ ഉണ്ടാക്കണേ ഞങ്ങൾ രണ്ടാളും നന്നായി മുന്നിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാലോ കാശ് ഉണ്ടാക്കണേ നല്ല പണിയാണ്. ഇനി ഓരോ ഘട്ടം ഇപ്പൊ കൊച്ചു വരാൻ പോകും, ഇനി അടുത്തത് നമുക്കൊരു വീടായിരിക്കും. ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ, ഈ കാർ അടക്കണതൊക്കെ ഞാനും എൻ്റെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ കാറുകളൊക്കെ തന്നെയാണത്. ഞാൻ പകുതി എമൗണ്ടും അച്ഛൻ പകുതി എമൗണ്ടും ഒക്കെ ഇട്ടിട്ടാണ് ഈ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്. എൻ്റെ പ്രായം ആലോചിക്കണോണ്ട് ആ ഒരു വയസ്സിൽ പിന്നെ വീട് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചെലവിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. നമുക്ക് ഞാനിത് മറ്റുള്ളവരുടെ പറയണ വേറെ ഒന്നുമല്ല. നമ്മളെ ഈ ചില ആൾക്കാർ കമന്റ് ഇടുമ്പോ നമുക്കത് അറിയാണ്ട് കമന്റ് ഇടും. ഇപ്പൊ നിങ്ങള് ലൈഫ് അങ്ങനെ ചെയ്ത് നടക്കല്, ഇങ്ങനെ ചെയ്ത് നടക്കല്. പക്ഷെ നമ്മുടെ ലൈഫിലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാലോ. നമ്മളെല്ലാം വന്ന് പറയില്ല. പക്ഷെ നമുക്ക് കാശ് ഉണ്ടാക്കേണ്ട കാര്യം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്കായാലും പറയുന്ന ആൾക്കാർക്ക് അറിയും, ഇവർക്ക് കാശാണ് ഇമ്പോർട്ടന്റ്. സത്യത്തിൽ അറിയോ, കാശ് ഇമ്പോർട്ടന്റ് എന്ന് പറയണത് ഞാൻ അത്രയും രീതിയിൽ കാശിന് വേണ്ടിയിട്ട് കെഞ്ചിട്ടുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 10 പൈസ പോലും കടം ചോദിച്ചിട്ട് തന്നിട്ടില്ല. അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർക്ക് ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയോളം ഒരു മാസം വേണം എന്നുള്ളതാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. അവരുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം 20 വയസ്സ് 28 വയസ്സ് എന്നുള്ള ആ ഒരു ചെറിയൊരു ഏജ്, ആ ഏജിൽ 1 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂ. അതിൽ ഭാര്യ കാരിങ്ങാണ്. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഭാര്യയും ഭർത്താവും കൂടി ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഓരോ മാസവും അവർ ഏൺ ചെയ്യണം. ഇത് ഈ ഗർഭിണിയായിരിക്കുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാനസികാവസ്ഥ നിങ്ങളൊന്ന് നോക്കണം. 1.25 ലക്ഷം രൂപ എന്ന് പറയണമെങ്കിൽ അത് അടവിന് മാത്രമായിട്ട് അവർ പറയുന്നുണ്ട്. അവരുടെ വിവാഹം നടത്തിയതവരാണ്. ബാക്കിയുള്ള ചെറിയ ചെറിയ അടവുകൾ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനൊക്കെ പൈസ മുടക്കിയത് അയാളാണ്. അപ്പോൾ അത് അയാൾ ലോൺ ഇട്ടു. പിന്നെ സ്റ്റുഡിയോ ഉണ്ട്, അല്ലെങ്കിൽ കടയുണ്ട്, അതിനൊക്കെ ലോൺ എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ മാസം അടവിന് വേണ്ട ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ഒരു വലിയ ജീവിതഭാരം അവരുടെ തലയിൽ വന്നു. അതെന്തുകൊണ്ടായിരിക്കും? 2 വീട്ടുകാരെ ശരിക്കും അവരെ അങ്ങനെ ഒരു ഭാരത്തിലേക്ക് തള്ളിയിട്ടതാണെന്ന് ഞാൻ പറയും. കാരണം അറേഞ്ച്ഡ് മാരേജ് എന്നാൽ ലവ് മാരേജ് എന്നുള്ള രീതിയിൽ അതിനെ ആ ലവ് മാരേജിലേക്ക് കൊണ്ടെത്തിച്ചത് 2 വീട്ടുകാരുടെയും നിസ്സഹകരണം കാരണം തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു തങ്ങളുടെ രജിസ്റ്റർ മാരേജ് അല്ലെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ അമ്പലത്തിൽ പോയി വിവാഹം കഴിച്ചതിന് അവർക്ക് നല്ലൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത 2 വീട്ടുകാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനിയും അവർക്ക് അവരുടെ ഫർദറായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുട്ടി വരുന്നുണ്ട്, വീട് വേണം. അപ്പോൾ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കിടക്കുമ്പോൾ ഇത്രയും വലിയൊരു ബാധ്യത തീർക്കുക എന്നുള്ള അത് എന്തുകൊണ്ടായിരിക്കും ആ മകൻ അല്ലെങ്കിൽ ആ മോൻ കരയുന്നത്? അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയും ജീവിതഭാരങ്ങളുമായിട്ട് അവൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് വീടിൻ്റെ പുറത്ത് നിൽക്കില്ലെങ്കിലും ഭാര്യ വീട്ടിലേക്ക് അഭയം തേടി ചെല്ലേണ്ട ആ അവസ്ഥ എന്തായിരുന്നു? ഇത്രയും ബാധ്യതകൾ, ഭാര്യ ഗർഭിണി, എന്നാൽ പിന്നെ ഇവൻ്റെ ലൈഫ് ജീവിക്കട്ടെ എന്ന് ജീവിതം പഠിപ്പിക്കാനായിട്ട് ആ അച്ഛനും അമ്മയും അവരെ പർപ്പസ്ഫുള്ളി പുറത്താക്കിയതല്ലെങ്കിലും തന്നെയായിട്ടുള്ള ജീവിതം, അതായത് ആ അമ്മ ഗൾഫിലേക്ക് അയാളുടെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയപ്പോൾ അവർ ശരിക്കും പെട്ടു. കാരണം പിന്നെ ആ വീട്ടിൽ അവർക്ക് നിൽക്കണമെങ്കിൽ ഒരു ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യത്തിന് ബാധ്യതകൾ, ഇലക്ട്രിസിറ്റി ബില്ലടക്കം എല്ലാ കാര്യങ്ങളും ഇവർ തലയിലെടുത്ത് വെക്കണം. അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ഭാര്യയുടെ വീട്ടിൽ അഭയം തരികയെങ്കിൽ ആ ഒരു ഉത്തരവാദി, ഇപ്പോൾ ഭാര്യ ഭർത്താവ് എന്നുള്ള കാര്യത്തിൽ ഭാര്യയും ഭർത്താവും എന്താ പറയുക തുല്യരായിട്ട് തന്നെ ജീവിത പ്രശ്നങ്ങൾ നേരിടണമെങ്കിൽ ഇപ്പോൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഗർഭിണി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 3/4 ഭാഗവും ഭാരം ആരുടെ തലയിലാണ്? ഈ ചെറുക്കൻ്റെ തലയിലാണ്. സ്വാഭാവികമായിട്ട് അവർ കരച്ചിൽ വരും. ആർക്കായാലും കരച്ചിൽ വരും. ഈ 1.25 ലക്ഷം രൂപ അവർ അടവുണ്ടെങ്കിൽ ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപ അവർക്ക് വരുമാനം വേണം. ജീവിതം, ആസ്പത്രി ചെലവുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ? അപ്പോൾ ഒരു മാസം ഇത് കഴിയുമ്പോഴേക്കും പിന്നെയും അടുത്തൊരു 2 ലക്ഷത്തിനായിട്ട് വല്ല നെട്ടോട്ടം ആരംഭിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ കുറേ ആകുമ്പോൾ പ്രിയപ്പെട്ടവരോട് പൈസ ചോദിച്ചിട്ടുണ്ടാവും, അതിൽ അച്ഛനും അമ്മയും ഉൾപ്പെട്ടിട്ടുണ്ടാവും, അവർ തരില്ല എന്ന് നിഷ്കരണം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് തന്നെ താൻ ജീവിതത്തിൽ പ്രവാസത്തിലേക്ക് എറിയപ്പെട്ട കഥയും താൻ എന്തുമാത്രം വീട്ടിലേക്ക് കഷ്ടപ്പെടേണ്ട കഥയൊക്കെ ആ കുട്ടി ഇങ്ങനെ ഇവിടെ കിടന്ന് ഛർദ്ദിക്കുന്നത്. എന്തായാലും ഫർദറായിട്ട് ഇവരുടെ അച്ഛനും അമ്മയും ഇതിൻ്റെ ആ ഒരു സാരാംശങ്ങളൊക്കെ അവർ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രവാസിയാണ്. ഈ 2 ആൺകുട്ടികളെ ഒരു ഏജ് ആക്കണ വരെ അമ്മ നാട്ടിലായിരുന്നു. അപ്പോൾ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. അച്ഛനവിടെയും അമ്മ ഇവിടെയും. ഈ 2 ആൺകുട്ടികളെ പഠിച്ചു ഒരുവിധം പ്രായമായി അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് കണ്ടെത്തിയെന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയെ തിരിച്ചു വിളിച്ചു, മതി ഇനി അവരവരുടെ രീതിക്ക് ജീവിക്കട്ടെ. അതിനെ പറ്റിയിട്ട് അച്ഛനും അമ്മയും കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് നമുക്കത് കേൾക്കാം. കഷ്ടപ്പെടാണ്ട് ജീവിക്കാൻ പറ്റില്ല. കഷ്ടപ്പെടാണ്ട് ജീവിക്കാൻ പറ്റില്ല. കഷ്ടപ്പെടാണ്ട് ജീവിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? മാത്രമല്ല നമ്മളുടെ മക്കൾ മാത്രമല്ല, ഗൾഫിലായാലും മറ്റു അന്യരാജ്യത്തായാലും ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ വന്നിട്ട് ആൾക്കാർ കഷ്ടപ്പെടുന്നില്ല. എന്തെല്ലാം ജോലി ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. എവിടെയായാലും ജോലി ചെയ്യണം, നാട്ടിലായാലും ശരി പുറത്തായാലും ശരി, എവിടെ ആയാലും ജോലി ചെയ്ത് ജീവിക്കണം. അമ്മയായിരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അതങ്ങനെയാണ്. സക്സസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. സക്സസ് ആവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇപ്പം എന്താ ഇപ്പം അവരെ സംബന്ധിച്ചിപ്പോൾ ഒന്നും നോക്കാനുണ്ട്. വല്ല പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കാനോ കയറി കിടക്കാൻ വീടില്ലായ്മ അതൊന്നുമില്ലല്ലോ. അങ്ങനൊക്കെ പോയിട്ട് വീടുണ്ടാക്കിയവരും പറമ്പെടുത്തവരും അല്ലേ പിള്ളേരില്ലേ. ഇപ്പൊ നമ്മളെ മക്കൾക്ക് അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അത് ഒന്നുമില്ലാണ്ട് വന്ന് കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പിന്നെ ചിലപ്പോ സഹോദരി പെങ്ങന്മാരൊക്കെ അച്ഛന്മാര് പണിക്ക് പോകാത്തവരുണ്ടാവും. വെച്ച് നോക്കുമ്പോ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു പ്രവാസ ജീവിതത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടെ ഒരു 15 വർഷം കഴിഞ്ഞ നമ്മൾക്കറിയാം. അപ്പോൾ ഈ പ്രവാസം പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൂവാണെങ്കിലും അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അതിന്മേലുള്ള മുള്ളും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. എന്തായാലും ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വിധം പ്രായമൊക്കെ ഈ 2 മക്കൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ജീവിതം തന്നെ അയാൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അവർ ഭാര്യയും ഭർത്താവും പിരിഞ്ഞു നിന്നു. ഈ 2 കുട്ടികൾ വളർന്നു വലുതായി അവരുടേതായിട്ടുള്ള ജീവിതമായപ്പോൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കണം. ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളങ്ങനെ കറങ്ങി നടക്കാതെ വേഗം ആ നാട്ടിലേക്ക് ചെല്ല്. നാട്ടിലേക്ക് എന്നിട്ട് എന്തിനാ, അവിടെ മോള് മരുമകൾ ഗർഭിണിയായിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ അമ്മയ്ക്ക് പണിയായി ഗർഭിണിയായ മരുമകളെ നോക്കുക, അവരുടെ പ്രസവാനന്തര കാര്യങ്ങളൊക്കെ നോക്കുക, അതിലൊക്കെ വേഗം നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ആരോ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാനിവിടെ ചേർക്കട്ടെ. എന്തൊക്കെയായാലും അവനവൻ്റെ ജീവിതം ഇപ്പോഴാണ് അവരൊന്ന് ജീവിച്ചു തുടങ്ങിയത്, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലൈഫിനുള്ള സമയം ഇപ്പോഴാണ്. ഇനി ആൺകുട്ടികളാണ്, ഒരാൺകുട്ടി വിവാഹിതനായി അവൻ്റേതായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കട്ടെ, അധ്വാനിക്കട്ടെ എന്ന് പറയാതെ പറയുന്നൊരു സന്ദേശമാണ് ആ അച്ഛൻ അവിടെ പറയുന്നത്. അപ്പോൾ ആ അച്ഛനും അമ്മയുടെയും ആ ഒരു വേർഷൻ അങ്ങനെയാണ്. ഇനി ഇതിനൊക്കെ പുറമെ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ചോദ്യങ്ങളിൽ നിന്ന് ആരും മുക്തരാക്കുന്നില്ല. അവരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാത്രം ഇങ്ങനെ ചെയ്ത് 2 പെൺകുട്ടികളും അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട രീതിയിലായത്. അപ്പോൾ ആദ്യത്തെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു മിശ്ര വിവാഹിതയാണ്. ജാതി വേറെ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ജാതി മാറാതെ അവർ അനുകൂലിക്കില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവർ ഇതുവരെ പോയിട്ടില്ല. രണ്ടാമത്തെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഭർത്താവിൻ്റെ വീട്ടുകാരെ അനുയോജിച്ച് നിന്ന് വിവാഹം നടത്തി കൊടുത്തതാണെങ്കിൽ പോലും സ്വന്തം വീട്ടുകാരോടെടുത്തപ്പോൾ അവിടെയും പ്രശ്നങ്ങളായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇതൊക്കെ നിങ്ങളുടെ കുറ്റമല്ലേ, നിങ്ങളുടെ പോരായ്മയാണോ? ഈ അച്ഛനും അമ്മയും മക്കൾ എന്ത് തോന്നിയാസം കാണിച്ചാലും ഇതിലൊക്കെ തല വെച്ച് കൊടുക്കുന്നത് അച്ഛനും അമ്മയാണല്ലോ. ആ പോരായ്മയല്ല എന്ന് കൃത്യമായിട്ട് അവരുടെ അച്ഛനും അമ്മയും പറയുന്ന ഒരു വേർഷനുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. 2 മക്കളെയും ഹസ്ബൻഡിന്റെ വീട്ടിൽ സ്വീകരിക്കാത്ത ഒരു വിഷമം തോന്നിയിട്ടില്ലേ? അത് നിങ്ങളുടെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഫുള്ളുണ്ട് കേട്ടോ, വലിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു കമന്റ് കണ്ടു, ഗോകുലിന്റെ അമ്മയെ നിങ്ങൾ എന്തോ അനാവശ്യം പറഞ്ഞിട്ടാണ് അവർ നിങ്ങളോട് അടുക്കാത്തതെന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളെ മക്കൾ എപ്പോഴും നിങ്ങളുടെ കൂടെ വേണമെന്ന്, അതുപോലെ മരുമക്കളുടെ പേരൻസും ആഗ്രഹം കാണില്ലേ? വഴക്കിട്ടിരുന്നാൽ അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല. ഇപ്പോൾ പൊന്നുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇത് എനിക്ക് ചോദ്യത്തിനുള്ള ഉത്തരക്ക് തന്നേ പറ്റൂ.
തരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അവരെ വീട്ടിൽ കേട്ടപ്പോൾ മൂത്ത ആളുടെ വീട്ടിൽ കേട്ടതിൻ്റെ കാരണം അത് അവരുടെ അച്ഛനും അമ്മയ്ക്ക് അവരുടെ പേരൻസിന് അങ്ങനെ കാര്യമാണ്. അത് എനിക്കറിയില്ല. പിന്നെ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ അതിങ്ങനെ എൻ്റെ പോരായ്മയാവുക. അത് ഞാൻ തമ്മിൽ എന്താ കണക്ട് ചെയ്തിരിക്കണു? അത് അവരുടെ വീട്ടിലെ പേഴ്സണൽ കാര്യമാണ്. അവർ അവർ ക്രിസ്ത്യാനിയാണ്, അവർ ഹിന്ദു പെൺകുട്ടിയുടെ. അപ്പം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്കും. അത് എൻ്റെ പോരായ്മയായിട്ട് എന്താ ഞാൻ ഹിന്ദു ആയി ജനിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ മോള് ഹിന്ദു ആയതുകൊണ്ടാണോ അതിങ്ങനെ എൻ്റെ പോരായ്മയായി മാറുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് കേട്ടണമെങ്കിൽ അവർ കേറ്റും. അത് എന്നെ കണ്ടിട്ടാണോ ആ അച്ഛനും അമ്മയും എൻ്റെ മോളായതുകൊണ്ടാണ് അവർ കേട്ടത്? അതെന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ പോരായ്മ അത് ആ സമയത്ത് തന്നെ പറഞ്ഞത് മതം മാറണമെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. അതെങ്ങനെ എൻ്റെ പോരായ്മയാണ്? ഞാൻ അവരോട് മതം മാറണ്ടെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരാളുടെ കാര്യം കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ മോളേനെ കയറ്റാത്ത അവർ തന്നെയല്ല കയറ്റിയത്. അവരാണ് ആദ്യം. നമ്മൾ സമയം അവനേക്കാൾ മുന്നേ അവരാണ് സ്വീകരിച്ചതും. ഇങ്ങനെ കാര്യത്തിൽ അവർ കയറ്റിയല്ലോ. അവരാദ്യം ഞങ്ങൾ പറഞ്ഞേക്കണെങ്കിൽ മുന്നേ അവർ കയറ്റിയവരാണ്. അപ്പൊ എന്തായാലും കയറ്റാത്തതിന്റെ വിഷമിക്ക് എങ്ങനെ തോന്നുന്നു? അവളതിനെ അവിടെയല്ലേ കയറി. അവള് ഇവിടുന്ന് പോയതിന് ശേഷം കയറിയത് അവൾ ആ വീട്ടിലല്ലേ. അപ്പൊ ഇങ്ങനെ അവർ സ്വീകരിക്കാണ്ട് അവർ കയറേണ്ടാവണം. എന്താ ഉദ്ദേശിക്കുക? അതാ മനസ്സിലാവാത്തത് ആ ഉദ്ദേശം. പിന്നെ അച്ഛൻ്റെ അമ്മയും ഞാനും തമ്മിൽ അച്ഛൻ്റെ അമ്മ ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടാണ് മിണ്ടാച്ചത്. ഞങ്ങൾ മിണ്ടാൻ ശ്രമിച്ചിട്ടില്ല. മിണ്ടോ ഇല്ലേന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങൾ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് കാണും. സംസാരിച്ചാൽ ഞങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല. ഞങ്ങൾ മിണ്ടണം അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പ് സംസാരിക്കണം ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. ഞങ്ങൾ അതിന് നോക്കിയിട്ടുമില്ല. അപ്പൊ അത് തമ്മിൽ ഒക്കെ ഒരു സമയം ഇപ്പൊ ഇല്ല. ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിനുള്ള ഇപ്പോഴത്തെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾക്കൊരു പോരായികയായിട്ടോ എനിക്ക് ഇത് ചെയ്തു അത് ഞാൻ അങ്ങനെ ഇവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈഫാണ് ഇനി ഇവരുടെ. താഴെയുള്ള 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അവർ ചെറിയ 2 കുഞ്ഞുങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മൂത്ത 2 പെൺകുട്ടികളെ ഇവരെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ശ്രമിച്ചു. അവരത് അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുത്തില്ല. സ്വാഭാവികമായിട്ട് ഇവർക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവരവരുടെ ലൈഫ് ആയിട്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടാമത്തെ മരുമകൻ്റെ വീട്ടുകാരുമായിട്ടുള്ള ഒരു സമരസത്തിന് ഇവർ തയ്യാറായിട്ടുമില്ല എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി അതായത് ആ തുടക്കത്തിൽ തന്നെ ആ കല്ലുകടിയായിട്ടുള്ള ബന്ധങ്ങൾ ഇനിയിപ്പോൾ എത്ര കൂട്ടി യോജിപ്പിച്ചാലും അതങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു വേർഷൻ കഴിഞ്ഞു. മറ്റവരുടെ വേർഷൻ നമ്മൾ കണ്ടുവല്ലോ. പ്രവാസ ജീവിതത്തിൻ്റെ ആ നഷ്ടപ്പെട്ട ജീവിതം ഇപ്പോഴെങ്കിലും ഒന്ന് ആസ്വദിച്ച് ജീവിച്ച് തീർക്കട്ടെ ഞങ്ങൾ 2 പേരും. ഇനി അവരുടെ ഇടയിലും ആശങ്കകളുണ്ട്. വിസയുടെ പ്രശ്നങ്ങളുണ്ട്, റിന്യൂ ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പിളിന് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്. വലിയൊരു ജീവിതഭാരം അവരുടെ മുന്നിലേക്ക് വന്നു. ഒരു കുട്ടിയാവുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായില്ല. ഈ സമയമൊക്കെ കടന്നു പോവും. വീണ്ടും 2 പേരും നല്ല ആത്മവിശ്വാസമുള്ളവരാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ആ പയ്യനേക്കാളും ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളാണ് ലൈഫിൽ ഈ ഒരു അവസ്ഥയിലും ഗർഭിണിയായിട്ടിരിക്കുന്ന അവസ്ഥയിലും ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നയിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ മനസ്സ്. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, മനസ്സാന്നിധ്യം പറയുമ്പോൾ ആ കുട്ടി ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ല. 10ാം ക്ലാസ് വരെ കഷ്ടിച്ച് പോയി. ഈ നമ്മൾ പറയില്ലേ എഡ്യൂക്കേഷൻ വലിയൊരു ഇതാണെന്ന്. പക്ഷെ ജീവിതാനുഭവമാണ് ഏറ്റവും വലിയ കാര്യം. ഈ ജീവിതം മുന്നിൽ വന്ന് ഇത്രയും വലിയ അടവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഭർത്താവ് പറഞ്ഞ് കരയുമ്പോഴും അതിനൊക്കെ ധൈര്യം കൊടുക്കാനായിട്ട് പറ്റണത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല. അത് അവളുടെ പക്വത, ഇത്ര നാൾ ജീവിച്ചതിൽ നിന്ന് അവൾ അനുഭവിച്ച കാര്യങ്ങൾ. എന്തൊക്കെയായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.